കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെ ബഹളമായിരുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങളും തിരുവനന്തപുരത്തെ കുറേ വ്യക്തികളും ചേർന്ന് വലിയ ബഹളമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാൻ പോകുന്നു. തലസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഭരണം കിട്ടിയതിൻ്റെ ഭാഗമായി വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ടാവും. അതിവേഗ റെയിൽവേ മുതൽ തിരുവനന്തപുരത്തെ ലോകത്തെ ഏറ്റവും വലിയ നഗരമായി പ്രഖ്യാപിക്കുക എന്നുള്ള വമ്പൻ പദ്ധതികൾ മോഡി പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളമായിരുന്നു. ഒടുവിൽ മോഡി വന്നു. 1 മണിക്കൂർ പുത്തരിക്കണ്ടത്ത് സംസാരിച്ചു മടങ്ങി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ മുന്നിൽ കുറെ വാഗ്ദാനങ്ങൾ മാത്രം. പിന്നെ ഒരു ബി.ജെ.പി നേതാവിന്റെ പതിവ് ശൈലിയുള്ള കുറെ വർഗീയ പരാമർശങ്ങളും വാഗ്ദാനങ്ങളും മാത്രം നൽകി. പുതിയ പദ്ധതിയൊന്നും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, കേരളത്തെ വികസിത കേരളമാക്കി മാറ്റുമെന്ന വളരെ മനോഹരമായ ഒരു വാഗ്ദാനം നൽകി മടങ്ങുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഈ മോഡിയുടെ ബി.ജെ.പിയുടെ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം, അവരുടെ ഇത്രയും നാളത്തെ അനുഭവം, ഇതേക്കുറിച്ച് നാം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം മോഡി പറയുന്നത് വികസിത കേരളമാക്കി മാറ്റുമെന്നാണ്. അപ്പൊ ഷഹീദിന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് ബി.ജെ.പി ഇപ്പോൾ സ്ഥിരമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് 14 തൊട്ട് ഇത്രയായി. പല സംസ്ഥാനങ്ങളും അതിനു മുമ്പ് തന്നെ ബി.ജെ.പി ഭരിക്കുകയാണ്. രാജ്യത്തെ മൊത്തം അവസ്ഥയും ഈ വാഗ്ദാനം തമ്മിലുള്ള ഒരു ബന്ധം ഈ കേരളത്തെ ബി.ജെ.പി വികസിത കേരളമാക്കും എന്ന് പറയുമ്പോഴേ, കേരളം നിലവിൽ തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വലിയ മുന്നേറ്റങ്ങൾ സാമൂഹിക മേഖലയിൽ നടത്തിയിട്ടുണ്ട്. നീതി ആയോഗിന്റെ 2023-24 കണക്ക് പ്രകാരം സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തുക. പിന്നെ സീറോ ഹങ്കർ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കേരളം വളരെയധികം മുന്നോട്ട് പോയി. വിദ്യാഭ്യാസം, നിലവാരമുള്ള വിദ്യാഭ്യാസം, ഇതൊക്കെ നീതി ആയോഗ് പറയണം. ഇവിടുത്തെ CPM-കാരോ ഇടതുപക്ഷക്കാരോ പറയുന്നതല്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പഴയ ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപമായിട്ടുള്ള നീതി ആയോഗാണ് പറയുന്നത്. മറ്റൊന്ന് ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, ആരോഗ്യ സൂചിക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു കേരളം. എന്നാലും ഇനിയും അതിദരിദ്രരെ കണ്ടെത്താനുള്ള ആ പ്രക്രിയ തുടരുകയാണ്. ഇങ്ങനെയുള്ളൊരു കേരളമാണ് ബി.ജെ.പിക്കാർ പറയുന്നത് ഞങ്ങൾ ഇതിനെ വികസിത കേരളമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി ഇത്ര കാലം ഭരിച്ച പതിറ്റാണ്ടുകളായി ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വടക്കേ ഇന്ത്യയിലുണ്ട്. അവിടെ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വികസിതമായ ഒരു മേഖല, ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു നഗരത്തെയെങ്കിലും ഇവർക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ബി.ജെ.പി ഭരിച്ച് നശിപ്പിച്ച സംസ്ഥാനങ്ങൾ, അതായത് ബി.ജെ.പി വർഷങ്ങളായി ഭരിക്കുന്ന കോർപ്പറേഷനുകൾ, നഗരസഭകൾ, അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ സർവനാശം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ. ഉദാഹരണത്തിന് ഡൽഹി ഡബിൾ എൻജിൻ ഗവൺമെൻറ് ആവണം എന്നാണല്ലോ ബി.ജെ.പിക്കാർ പറയുന്നത്. ഡൽഹിയെ സംബന്ധിച്ച് ട്രിപ്പിൾ എൻജിൻ ഗവൺമെൻറ്റാണ്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. ഡൽഹി സ്റ്റേറ്റ് ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ, മോഡി സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം. ഇവിടെയാണ് ഇന്നിപ്പം ഏറ്റവും പുതിയ വിവരം, യമുന നദിയിൽ അമോണിയയുടെ അളവ് വർദ്ധിച്ചു. ആ യമുനയിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നത്. കഴിഞ്ഞ മാസമാണ് ഇൻഡോർ, ബി.ജെ.പി നിരന്തര വർഷങ്ങളായി ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇൻഡോറിൽ കഴിഞ്ഞ മാസം തുടങ്ങിയ മരണത്തിൻ്റെ ആ ഒരു പരമ്പര ഇപ്പോൾ 25-ലെത്തി നിൽക്കുന്നു. കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയ കലർന്നു എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭ വെച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പിന്നെ നിയമസഭയിൽ വെക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് പരിഗണിക്കുക പോലും ചെയ്യാത്തതിൻ്റെ വലിയൊരു ദുരന്തമാണ് 25 പേരുടെ മരണം. 1400 പേര് ഹോസ്പിറ്റലാണ് ഇപ്പോഴും. 22 പേര് ഇന്ന് വീണ്ടും ഹോസ്പിറ്റലായി. അങ്ങനെയുള്ള ഒരു വികസനമാണ് ബി.ജെ.പി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിൽ. എന്താണ് നിങ്ങളുടെ മാതൃക? എന്താണ് മോഡി അവതരിപ്പിക്കുന്ന വികസന മാതൃക? എന്താണ്? അല്ല, ഒരു കാര്യം, ഇപ്പം നമ്മൾ ഡൽഹിയുടെ കാര്യം പറയുമ്പോൾ, ഡൽഹിയിൽ ഈ അന്തരീക്ഷ മലിനീകരണം, ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടിക 1-ാം സ്ഥാനത്താണ് ഡൽഹി. അവിടെ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ കുഴപ്പമാണെന്നാണ്. പക്ഷേ ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങൾ, ഡൽഹിയും അയൽ സംസ്ഥാനങ്ങളും എല്ലാം ബി.ജെ.പിയാണ് ഭരിക്കുന്നത്. ഹരിയാന, ഉത്തർപ്രദേശ്, നോക്കിയ രാജസ്ഥാൻ, എല്ലാം ബി.ജെ.പിയാണ് ഭരിക്കുന്നത്. എന്നിട്ടും ചെറിയ പ്രദേശമായ ഡൽഹിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ ശൈത്യകാലത്ത് കൊടും തണുപ്പിൽ ആളുകളൊക്കെ തെരുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ വെള്ളപ്പൊക്കം നമുക്കറിയാമല്ലോ. ഇപ്പം സജിത്ത് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലെ വലിയ രാജധാനിയുടെ മറ്റേ ബ്രിഡ്ജുകളുടെ അടിയിലാണ് യമുന ബാങ്കിൽ
യമുനയുടെ തീരത്ത് താമസിച്ചവർ വന്ന് കിടക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം കാണാത്തവരാണ് കേരളത്തിൽ പ്രളയവും കോവിഡും എല്ലാം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. അതെ. ഈ കോവിഡ് കാലത്ത് അഭയാർത്ഥികളുടെ പ്രഭാവം ഡൽഹിയിൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇതെല്ലാം കണ്ട ആളുകളോടാണ് വന്ന് ഇത്രയും ധൈര്യം ഇവർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡ് നമ്മളിപ്പം ഇടയ്ക്ക് കോവിഡ് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, കേരളത്തിലെ അതിഥി തൊഴിലാളികൾ, ആ പ്രയോഗം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കേരളത്തിൽ കോവിഡ് സമയത്ത് അവരുടെ അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ ഒരു രീതിയും മറ്റ് നഗരങ്ങളിൽ നിന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ഇറക്കി വിടുകയും ചെയ്ത രീതി, അത് രണ്ടും തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിലുള്ള വികസനവും BJP സർക്കാരുകൾക്ക് കീഴിലുള്ള വികസനവും നമുക്ക് ഒന്ന് താരതമ്യപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് കോവിഡ് നടന്നിട്ടിപ്പം 5 വർഷമേ ആയിട്ടുള്ളൂ. വളരെ വളരെ അനായാസം നമുക്ക് ആ ഒരു വ്യത്യാസം കണക്കിലെടുക്കാം. ഇവിടുന്ന് തൊഴിലാളികളെ പ്രത്യേക ട്രെയിനിൽ ഭക്ഷണവും യാത്രയ്ക്ക് വേണ്ട ചെലവ് പോലും കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവിടെ കുടിയേറ്റ തൊഴിലാളികളോട് നിങ്ങളുടെ ഗാവുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നത് ഒന്നുമില്ലാതെയാണ്. അങ്ങനെ വഴിയിൽ കിടന്ന് മരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ നമ്മൾ ധാരാളം കണ്ടു, ഒരുപാട് കണ്ടു. വഴിയിൽ വിശ്രമിക്കുമ്പോൾ അവരുടെ ശരീരത്തിലൂടെ വലിയ ട്രക്കുകൾ ചീറിപ്പാഞ്ഞ് പോയി കൂട്ടമരണം സംഭവിക്കുന്ന കാഴ്ച വളരെ ദയനീയമായൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെയാണ് കേരളവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നമ്മൾ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, ഏത് സംസ്ഥാനത്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യപ്രദേശ് എടുക്കാം. മധ്യപ്രദേശിലെ വളരെ ചെറിയൊരു കണക്ക്, ഇത് മധ്യപ്രദേശിലെ ഗവൺമെൻറ് അവിടെ വെച്ച ഒരു കണക്കാണ്. മധ്യപ്രദേശിൽ പ്രതിദിനം 88 പെൺകുട്ടികളെ കാണാതാവുന്നു എന്നത് മധ്യപ്രദേശിലെ മോഹൻ യാദവ് ഗവൺമെൻറ് ആ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. പ്രതിദിനം 88 പെൺകുട്ടികളെ അവിടെ കാണാതാവുന്നു. സെക്സ് റാക്കറ്റ് ആയിരിക്കാം, മറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരിക്കാം, പല പല കാരണങ്ങൾ. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലത്ത് മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. BJP പറയുന്ന ഈ വികസനം പിന്നെ എന്താണ്? അവിടെ 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ 67% കുട്ടികളാണ് 12 വർഷത്തിനുള്ളിൽ ഡ്രോപ്പ് ഔട്ട് കൊഴിഞ്ഞു പോയത്, സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു. അതെ, BJPയുടെ ഇന്നിപ്പോൾ മോഡി എന്ന് പറഞ്ഞു, ഗുജറാത്ത് തന്നെ പറഞ്ഞു. ഗുജറാത്തിൽ ഒരു നഗരത്തിലാണ് ആദ്യമായി BJP വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സംസ്ഥാനം ഇത്രയും 2001 മുതൽ ഭരിക്കുന്നു. കേരളത്തിലും അതേപോലെ ഒരു നഗരത്തിൽ വന്നു എന്ന്. പക്ഷേ ഈ 2001 മുതൽ 25 വർഷം ഭരിക്കുന്ന ഗുജറാത്തിൽ സ്കൂളിൽ പോകുന്ന സ്ത്രീകളുടെ കണക്ക് പരിശോധിച്ചാൽ 18-മതോ 20-മതോ ആണ് ഗുജറാത്തിന്റെ സ്ഥാനം. കേരളത്തിലെ സ്ഥിതിയോ അതുപോലെ. ശിശുമരണ നിരക്കെടുത്ത പണ്ടൊരുക്കി ഇതേ മോഡി ഒന്ന് സൊമാലിയ എന്ന് കേരളത്തിൽ. പക്ഷേ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയെക്കാളും മെച്ചപ്പെട്ട നിലയിലാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ഏജൻസികൾ പറയുന്നതല്ല. ഇതെല്ലാം ദേശീയ അന്തർദേശീയ ഏജൻസികൾ പറയുന്ന കണക്കാണ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന് സഹജമായ ചില പ്രശ്നങ്ങൾ, ഭൂമി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത, ഭൂമിയുടെ വില, അത് കാരണം ഉണ്ടാവുന്ന വ്യാവസായികമായ കുറവുകൾ, വ്യാവസായിക വളർച്ചയ്ക്കുണ്ടാകുന്ന ഇതിനെയെല്ലാം, ഈ പ്രശ്നങ്ങൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സാമ്പത്തിക ഉപരോധം, ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ കേരളം സ്റ്റേറ്റ് GDPയുടെ കാര്യത്തിലും വളരെയധികം മുന്നേറിയിട്ടുണ്ട്, വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇരട്ടിയായി. അതുപോലെ പ്രതിശീർഷ വരുമാനം കേരളം മറ്റു സംസ്ഥാനങ്ങളെ 9ാം സ്ഥാനത്താണ്. കേരളം പോലൊരു ചെറിയ സംസ്ഥാനം ഒരുപാട് പിറകോട്ട് വലിക്കാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഘടകങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ പ്രതിശീർഷ വരുമാനത്തിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ കേരളത്തിലെ അഴിമതിയാണ് എന്നാണ് പറയുന്നത്. കേരളത്തിൽ അഴിമതി ഒരു ഗവൺമെന്റും കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയും ഭരണഘടന ഭേദഗതി ചെയ്ത് അഴിമതി നടത്തിയതിന് സുപ്രീം കോടതി കൈയോടെ പിടികൂടി. അതാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയം. അത് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് എന്തിനു വേണ്ടിയാണെന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു. അവരാണ് പറയുന്നത്. ഇന്ന് മാത്രമല്ല, ഈ BJPക്കാരുടെ അഴിമതിയിൽ പ്രതിമുട്ടി അവരുടെ തന്നെ ഒരു കൗൺസിൽ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വന്നാണ് ഇവർ പറയുന്നത്. അത് അങ്ങനെ ഇതൊക്കെയാണ് അഴിമതിയുടെ കാര്യത്തിൽ ഈ കോർപ്പറേറ്റുകളുടെ ഒരുപാട്. ഇന്ത്യ മാത്രമല്ല, വിദേശത്ത് പോലും BJPയായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേറ്റുകളുടെ അഴിമതി സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ കേരളത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കഴിഞ്ഞ 10 കൊല്ലം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആരോപണങ്ങൾക്കൊന്നും കേന്ദ്ര ഏജൻസികൾക്ക് പോലും സംസ്ഥാന സർക്കാരിനെ ഒരു പഴുത് കണ്ടെത്താൻ പോലും. ഉദാഹരണത്തിന് മാധ്യമങ്ങളും BJP എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്വർണ്ണക്കടത്തിന്റെ നയതന്ത്ര ബാഗേജിൽ സ്വർണ്ണക്കടത്തി എന്ന വലിയൊരു ആരോപണം.
അത് ഈ രാജ്യത്തെ മിക്കവാറും ഏജൻസികൾ വന്ന് അന്വേഷിച്ചു. ED, കസ്റ്റംസ്, CBI തുടങ്ങിയ NIA തുടങ്ങിയ എല്ലാ ഏജൻസികളും അന്വേഷിച്ചു. അവർ ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന സ്ഥിതി വന്നു. പിന്നെ എവിടെയാണ് ഇവർ അഴിമതി എന്ന് പറയുന്നത്? പിന്നെ കേരളത്തിൽ മാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ മാറ്റം ഈ പറഞ്ഞ പോലെ 1957 EMS സർക്കാർ വന്നത് അതൊന്നും രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബഹിഷ്കരണം, അങ്ങനെയുള്ള എത്ര പുരോഗമനപരമായ നമ്മുടെ നാട്ടിലുണ്ടായ മറ്റ് ക്ഷേമനിധികൾ, എല്ലാ ക്ഷേമനിധികളും, എല്ലാ തൊഴിലെടുക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമനിധികൾ, നമുക്ക് അതേപോലെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ 200-300 രൂപയാണ് ഒരു തൊഴിലാളിക്ക്, ആ വിദഗ്ധ തൊഴിലാളിക്ക്. കേരളത്തിൽ 1000 രൂപ കൂടുതൽ എപ്പോഴും ഉണ്ട്. അപ്പൊ കേരളത്തിൽ ഈ പറയുന്ന പോലെ ഈ നാട്ടിൽ വന്നിട്ട് ഈ മാറ്റം എന്ന് പറയുന്നത് പിന്നെ നേരത്തെ കേരളത്തിനെതിരെ ഉണ്ടായ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ കേരളീയര് ആസ്പിറേഷന്റെ ഭാഗമായിട്ട് പുറത്തു പോകുന്നുണ്ട്. അത് സത്യമാണ്. ഇന്നലെ രസകരമായ മറ്റൊരു അനുഭവം എനിക്കുണ്ടായി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക, സ്റ്റൈപ്പൻഡിൻ്റെ പേരിൽ. അങ്ങനെ സമരം നടത്തുന്ന കുട്ടികളെ ഇവർ ന്യൂ റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമരങ്ങൾക്ക് മാത്രമായിട്ട് ഇയർമാർക്ക് ചെയ്തൊരു സ്ഥലത്തേക്ക് ഇവർ ബലം പ്രയോഗിച്ച് മാറ്റി. കോളേജിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടും എന്ന ന്യായത്തിൽ കുട്ടികളെ മൊത്തം മാറ്റി. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു മലയാളി വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്, ഇവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ തൊഴിലുറപ്പുകാർ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊഴിലുറപ്പിൻ്റെ പുതിയ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണോ സമരം എന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല, തൊഴിലുറപ്പിൻ്റെ കൂലി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ എത്രയാണ് അവരുടെ കൂലി എന്ന് അന്വേഷിച്ചു. അവർ 60 രൂപയുടെ കൂലി. 60 രൂപയ്ക്ക് കൂലി തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ഛത്തീസ്ഗഡ് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അങ്ങനത്തെ അത്തരം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ഇവിടെ വന്നിട്ട് കേരളത്തെ കുറ്റം പറയുന്നത്. കേരളത്തിൽ അഴിമതിയാണ്, കേരളത്തിൽ വികസനമില്ല. മറ്റൊന്നുകൂടി, ഈ BJP ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങൾ, ഇപ്പം ഏറ്റവും ഒടുവിൽ ഒറീസ എടുത്താൽ, ഛത്തീസ്ഗഡ് എടുത്താൽ, ഇവിടുത്തെയൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവസ്ഥ എന്താണ്? ദളിതരുടെ അവസ്ഥ എന്താണ്? മണിപ്പൂർ ഇപ്പൊ വീണ്ടും ഇതേപോലെ വലിയ മാറ്റം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ്സുകാരെ കൂറുമാറ്റി മുഖ്യമന്ത്രിയാക്കി. ഇപ്പൊ എന്താണ് അവിടെ ആഭ്യന്തര ലഹളയാണ്. അതും കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ പോലും ഇപ്പം പിൻവലിക്കേണ്ടി വന്നു. BJP-ക്കാരെ MLA-മാരെ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി രണ്ട് സംസ്ഥാനമായി മാറി. ഇപ്പൊ വീണ്ടും കൊലപാതകങ്ങൾ വീണ്ടും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിതിയാണ്. നമുക്ക് വളരെ ദുഃഖകരമാണ്. ഇതൊക്കെ പറയേണ്ടി വരുന്നതിൽ തന്നെ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്തിനാണ് അതിലെ തുൽപുര ഇവര് BJP-ക്ക് ഭരണം പിടിച്ച സംസ്ഥാനങ്ങളിലേക്ക് അവസ്ഥ എന്താണ്? ഏറ്റവും ഒടുവിൽ ഭരണം കിട്ടിയ സ്ഥലമാണ് ഒഡീഷയിൽ ഭരണം കിട്ടിയത് കൊണ്ട് കഴിഞ്ഞ ദിവസം ക്രിസ്മസിന് റോഡില് ഇത് വെക്കാൻ പറ്റില്ല, ക്രിസ്മസിന്റെ അലങ്കാരങ്ങൾ. ഇപ്പൊ 19 മാസത്തിനുള്ളിൽ ഒറീസയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതായിട്ട്, മിക്കവാറും ജില്ലകളിൽ 14 ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതായിട്ട് ഇപ്പൊ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്തയാണ്, പ്രധാന വാർത്ത. പിന്നെ വികസനത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമാണ് ഇന്റർനെറ്റ് ലഭ്യത. ലോകത്ത് ഏറ്റവും കൂടുതൽ BJP കേരളത്തിലാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ബാൻ ഇല്ല. കേരളത്തിൽ ഇന്റർനെറ്റ് ബാൻ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. അതേസമയം ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ എത്ര ഇന്റർനെറ്റ് ബാൻ, സംഘർഷം, അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർനെറ്റ് നിരോധനം, മറ്റേ ഇത് നമ്മുടെ SMS അയക്കുന്നതിനുള്ള നിരോധനം, മറ്റു എല്ലാം. ഇതൊക്കെ ഒരു രാജ്യം, ഒരു സമൂഹം പുരോഗമിക്കണമെങ്കിൽ ഇപ്പൊ ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുക, അതിന്റെ പേരിൽ ഇന്റർനെറ്റ് ബാൻ ചെയ്യുക, ഇതൊക്കെ എങ്ങനെ സംസ്ഥാനം മുന്നോട്ട് പോകും? അല്ല, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവർ എന്ത് മാറ്റമാണ് വാഗ്ദാനം ചെയ്യുന്നത്? ഇരുണ്ട യുഗത്തിലേക്കാണോ കേരളത്തെ ഇവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അതിപ്പം മൊത്തം BJP ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളുടെ പോലും പ്രത്യേകത, BJP സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുടെ പോലും പ്രത്യേകത, അവിടെ വിദ്വേഷത്തിന്റെ വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അത് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ തന്നെ ഭാഗമാണ്. അങ്ങനത്തെ അത്തരം ഒരു നയപരിപാടികളുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക? വികസനം എന്ന് പറഞ്ഞാൽ വെറുതെ വികസനം മേലെ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമില്ലല്ലോ. വികസനം എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ രമ്യതയും കൂടിയും ഒരു പ്രധാന പ്രശ്നമാണ്, ഒരു ഘടകമാണല്ലോ വികസനത്തിൽ. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന ഒരു ജനത, അല്ലെങ്കിൽ ഒരു അവശ്യ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു പാർട്ടിക്ക്, ആ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റും? അത് പറയുമ്പോൾ തമ്മിൽ തല്ലുന്ന കാര്യം പറയുമ്പം ഈ BJP വളരെ ഉരുക്ക് മുഷ്ടിയോടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ BJP ഭരിച്ച പല സംസ്ഥാനങ്ങളിലും, BJP ഭരിച്ച നമ്മുടെ പാലക്കാട് നഗരസഭയായാലും പന്തളത്തായാലും നമുക്കറിയാം ആഭ്യന്തര ലഹളകൾ. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ മേയർ. ഇതിന്റെ കാരണം എന്താണ്?
ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ LDF ഭരിച്ചാൽ എല്ലാ പ്രധാനമന്ത്രി എപ്പോൾ എത്തിയാലും LDFന്റെ ആര് മേയറായാലും സ്വീകരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മേയർ ഇവിടുത്തെ പുതിയ മേയർ സ്വീകരിക്കാൻ പറ്റാത്തതിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ന്യായം ഇവർ പറയുന്നില്ല. ഇത് BJPയിലെ ചില നേരത്തെ വല്ല വാർത്തകളും അവരുടെ ചില നേതാക്കളുടെ പ്രതികരണങ്ങളും നോക്കുമ്പോൾ വളരെ സംശയകരമാണ്. ഇത് തിരുവനന്തപുരം ജനതയെ അവഹേളിക്കുന്നത്. ഇത് BJPയുടെ മേയറോ CPMന്റെ മേയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ മേയറോ എന്നുള്ളതല്ല. തിരുവനന്തപുരം ജനതയുടെ മേയറാണ്. ആ മേയറെ ഇങ്ങനെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയാൽ എന്താണ് ഇവർക്ക് വിശദീകരണം നൽകാനുള്ളത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഈ നരേന്ദ്രമോദിയും BJP നേതാക്കളും ഒരു സംസ്ഥാനത്തെ വികസനം, പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് വികസനത്തിനെ കുറിച്ച്, സാമൂഹികമായ പുരോഗതിയെക്കുറിച്ച് ഒക്കെ വാചാടോപം നടത്തുമ്പോഴും നമുക്ക് ശരിക്കും അത്ഭുതപ്പെടും. ശരിക്കും ഒരു സാധാരണ മലയാളി ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് പരിഹാസമാണ് നരേന്ദ്രമോദിയോട് തോന്നുന്നത്. ഒരു കാര്യം കൂടെ പറയാം. ഈ നമ്മുടെ വയനാട് ചൂരൽമല അവിടെ ദുരന്തം ഉണ്ടായ ശേഷം പ്രധാനമന്ത്രി വന്നിട്ട് ഒരു കുട്ടിയെ കെട്ടിപ്പിടിച്ച് എല്ലാം പോയി. നമ്മൾ ആളുകളെല്ലാം വളരെ ആഘോഷിച്ചു. എന്നിട്ട് ഇതുവരെ എന്തുണ്ടായി? അതാണ് പറയുന്നത്. അപ്പൊ ഈ ആളുകൾക്ക് ഓർമ്മയില്ല, ഓർമ്മ കുറവുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണോ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ ജാഗ്രതയോടെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം നമുക്കിപ്പം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഇതേപോലുള്ള പല നാടകങ്ങളും നമ്മൾ കാണേണ്ടി വരും. അപ്പം നമ്മൾ ഇതൊക്കെ ആളുകളെ ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.